മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വിവാദമായതിന് പിന്നാലെ കെ.ടി. ജലീൽ നടത്തിയ പരാമർശങ്ങളും വലിയ ചർച്ചയായിരുന്നു. എന്നാൽ അത് വിശദീകരിക്കാൻ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് മുസ്ലിം ലീഗിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വിനിത, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അതിൽ മലപ്പുറത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള തൻ്റെ പ്രസ്താവന വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ജലീലിനെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ വലിയ ആക്ഷേപവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ലീഗിന് മറുപടി എന്നോണം കെ.ടി. ജലീൽ രംഗത്തെത്തിയത്. അത് വെറും മറുപടിയിൽ ഒതുക്കുകയായിരുന്നില്ല ജലീൽ ചെയ്തത്, മറിച്ച് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്ന ചില നിലപാടുകളും ചില തുറന്നു പറച്ചിലുകൾ കൂടി കെ.ടി. ജലീൽ നടത്തുകയും ചെയ്തു. ലീഗ് വിശേഷിപ്പിക്കും പോലെ പ്രചരിപ്പിക്കും പോലെ മലപ്പുറം ജില്ലയെയോ മലപ്പുറത്തെ മുസ്ലിം വിഭാഗത്തെയോ കരിവാരത്തേക്കുന്നതിനല്ല, മോശക്കാരനാക്കുന്നതിനല്ല താൻ അത്തരമൊരു പ്രസ്താവന നടത്തിയത്, പരാമർശം നടത്തിയത്. താൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്. തൻ്റെ കൂടി കാസി എന്ന നിലയിൽ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മതവിധി പുറപ്പെടുവിക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം കാസി പദവി ഒഴിഞ്ഞതിന് ശേഷം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ മാത്രം തുടരണമെന്നൊരു ആവശ്യം കൂടി ജലീൽ മുന്നോട്ട് വയ്ക്കുകയാണ്. മറ്റൊരു ആരോപണം ഇന്ന് ജലീൽ ഉന്നയിച്ചത് മുസ്ലിം ലീഗിൻ്റെ വേദികൾ പങ്കിടുന്ന, ലീഗുമായി സഹകരിച്ച് നിൽക്കുന്ന, ലീഗിൻ്റെ പോഷക സംഘടനകളിലെ ചുമതല വഹിക്കുന്ന ഒരു മതപണ്ഡിതൻ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരവെ ഒരു പുസ്തകത്തിൻ്റെ മറവിൽ, അതിൻ്റെ പുറം ചട്ടയിൽ സ്വർണം കടത്തി അതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിലാക്കപ്പെടുകയും തടവിൽ കഴിയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും ആ പണ്ഡിതനെ മുസ്ലിം ലീഗ് തൻ്റെ വേദികളിൽ കൊണ്ടുവരികയും അദ്ദേഹത്തിന് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരാരോപണം കൂടി ജലീൽ ഉന്നയിച്ചിരിക്കുകയാണ്. ഈ വിഷയം തള്ളിപ്പറയാനോ അങ്ങനെ ഒരു മത പണ്ഡിതൻ ഇല്ല എന്നോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നോ ലീഗ് നേതൃത്വം പറഞ്ഞാൽ ആ പണ്ഡിതന്റെ പേരും ലീഗുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പദവികളും സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തുന്ന, എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുന്നു മുസ്ലിം ലീഗ് എന്നതും ശ്രദ്ധേയമാണ്.